ഹായ് വ്യൂവേഴ്സ്, വെൽക്കം ടു മാസ്റ്റർ ഷറി. അപ്പോൾ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സുകളിലൊക്കെ ആയിട്ട് ഡെസിമൽസിൻ്റെ ഓപ്പറേഷൻസ്, അഡീഷൻ, സബ്ട്രാക്ഷൻ, മൾട്ടിപ്ലിക്കേഷൻ, ഡിവിഷൻ ഇത്രയുമാണ് കണ്ടത്. അപ്പോൾ ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് ഏത് ഫ്രാക്ഷൻ വന്നാലും എങ്ങനെ ഡെസിമലിലേക്ക് കൺവേർട്ട് ചെയ്യാം എന്നുള്ളതാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. അപ്പോൾ നമുക്ക് വീഡിയോയിലോട്ട് കിടക്കാം. ഇവിടെ 3 ഫ്രാക്ഷൻസ് കൊടുത്തിരിക്കുകയാണ്. ഇതിൻ്റെ ഡിനോമിനേറ്റർ നോക്കുമ്പോൾ നമുക്കറിയാം ഇതെല്ലാം ഡെസിമൽ ഫ്രാക്ഷൻസ് ആണ്. അപ്പോൾ ഇത് നമ്മൾ ഓൾറെഡി പഠിച്ചു കഴിഞ്ഞതാണ്. ഇതിനെ എങ്ങനെ ഡെസിമലാക്കാമെന്നുള്ളത്. ഇപ്പോൾ 3/10 എന്നുള്ളതിനെ ഡെസിമലാക്കുമ്പോൾ 0.3 ഒരു സ്ഥാനം വേണം. അടുത്തത് 2 സീറോസ് ഉണ്ട്, അപ്പോൾ 1.25 എന്ന് നമുക്ക് എഴുതാം. അടുത്തത് 32/1000, ഇവിടെ 3 സീറോസ് ഉണ്ട്, അപ്പോൾ 3 പ്ലേസസ് വേണം. അപ്പോൾ നമുക്ക് ഇവിടെ 2 ഉള്ളൂ, അപ്പോൾ 1/10ൻ്റെ സ്ഥാനം വേണം. അപ്പോൾ 2 3 0 ഇട്ട് പോയിൻ്റ് നമ്പർ പാർട്ട് 0.032 അതാണ് അതിൻ്റെ ആൻസർ. ഇത് നമ്മൾ ഓൾറെഡി പഠിച്ചു കഴിഞ്ഞതാണ്. ഇനി നമുക്ക് മറ്റ് ഈ ഡെസിമൽ ഫ്രാക്ഷൻസ് അല്ലാതെ മറ്റ് ഫ്രാക്ഷൻസ് വന്നാൽ എങ്ങനെ അതിനെ ഡെസിമലിലേക്ക് കൺവേർട്ട് ചെയ്യാം എന്നുള്ളതാണ് നമ്മളിന്ന് നോക്കാൻ പോകുന്നത്. അപ്പോൾ ഇവിടെ 3 ഫ്രാക്ഷൻസ് കൊടുത്തിരിക്കുന്നു. 1/2, 1/4, 3/4. ഡെസിമൽ ഫ്രാക്ഷൻസിൻ്റെ ആണെങ്കിൽ ആ നമ്പർ ഓഫ് സീറോസ് വെച്ചാണ് നമ്മൾ അങ്ങനെ ചെയ്തിരുന്നത്, ഡെസിമലിലേക്ക് കൺവേർട്ട് ചെയ്തിരുന്നത്. ഇവിടെ പക്ഷേ ഡിനോമിനേറ്ററിലൊക്കെ 2, ഇവിടെ 4, ഇവിടെ 4 അങ്ങനെയാണ് വന്നിരിക്കുന്നത്. അപ്പോൾ നമുക്കിവിടെ ചെയ്യേണ്ടത് 0, 10, 100, 1000 അങ്ങനെ ആയിരുന്നെങ്കിൽ നമുക്കത് കൺവേർട്ട് ചെയ്യാൻ എളുപ്പമുണ്ടായിരുന്നു. അപ്പോൾ ഇവിടെ ഉള്ള ഡിനോമിനേറ്ററിന് നമുക്ക് 10 100, 1000 അങ്ങനെയാക്കി മാറ്റണം. അത്തരത്തിൽ ഡിനോമിനേറ്റർ ആക്കുകയാണെങ്കിൽ നമുക്ക് എളുപ്പം ഡെസിമലിലേക്ക് എഴുതാൻ പറ്റും. അപ്പോൾ അതിനെന്ത് ചെയ്താൽ മതി, ഇതിൻ്റെ ഈക്വലൻ്റ് ഫ്രാക്ഷൻ ഉണ്ടാക്കണം. എങ്ങനെ 10, 100 അങ്ങനെ വരത്തക്കവണ്ണം. ഇവിടെ ഇപ്പോൾ 1/2ൻ്റെ ഡിനോമിനേറ്റർ 2 ആണ്. നമുക്ക് ഏത് നമ്പർ ആക്കാനാണ് എളുപ്പം? 10, 100, 1000 ഇങ്ങനെയുള്ളതിൽ നമുക്ക് ആദ്യത്തെ 10 ഒക്കുമല്ലോ. എങ്ങനെ ഒക്കും? എത്ര കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണം? 5 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ മതി. അപ്പോൾ 2 × 5 10 ആണ്. അപ്പോൾ നമുക്ക് ഇവിടെ 1/2ന് എൻ്റെ ഈക്വലൻ്റ് ഫ്രാക്ഷൻ എത്ര കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്ത്? 5 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യാം. അപ്പോൾ 1 × 5/2 × 5 അല്ലേ? ദാറ്റ്സ് ഈക്വൽ ടു 5 / 10. 1/2ന് ഈക്വലായിട്ടുള്ള ഫ്രാക്ഷൻ കിട്ടിക്കഴിഞ്ഞു. അതിൻ്റെ ഡിനോമിനേറ്റർ 10 ആണ്. ഇനിയിപ്പോൾ നമുക്ക് ഡെസിമൽ എഴുതാൻ എളുപ്പമാണ് അല്ലേ? ഡെസിമൽ ഫോം എന്ന് പറയുന്നത് എന്ത് വരും? ഒരു സ്ഥാനം മതി, 0.5. ഇനി അടുത്തത് 1/4. ഇവിടെ എന്ത് 4 ആണ്. 10 ആക്കാൻ പറ്റുമോ 4നെ? ഇല്ല. ഒരു 4 4 2 8, 3 12 ആയി. 10 ആക്കാൻ പറ്റും. അപ്പോൾ പിന്നെ 100 ആക്കാൻ പറ്റുമോ എന്ന് നോക്കുക. ഓക്കും അല്ലേ? എത്ര കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണം? 25 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യാം. അതായത് 100 ആക്കണം. 100 ആക്കണമെങ്കിൽ 4നെ 25 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുക. അപ്പോൾ 25 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്ത് ഈക്വലൻ്റ് ഫ്രാക്ഷൻ എഴുതുക. അപ്പോൾ നോക്കുക, 1 × 25 / 4 × 25. ദാറ്റ്സ് ഈക്വൽ ടു 25 / 100. അപ്പോൾ ഇനി നമുക്ക് ഡെസിമൽ ഫോം എഴുതാം. 5 2 പ്ലേസസ് വേണം, 0.25. ഓക്കെ. അടുത്തത് 3/4. ഇവിടെയും 4 തന്നെയാണ്. നമുക്ക് 25 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ മതി. അപ്പോൾ 3 × 25 / 4 × 25. ദാറ്റ്സ് ഈക്വൽ ടു 3 × 25 75 / 100. ഓക്കെ. ദാറ്റ്സ് ഈക്വൽ ടു അല്ലേ എഴുതുക. ഇപ്പം 2 പ്ലേസസ് 7, then 0.75. ഓക്കെ. അടുത്ത കുറേ ഫ്രാക്ഷൻസ്. 1/5, 1/8, 1/16, 1/5.
5 ആണ്. 10 ആക്കാൻ എളുപ്പമുണ്ട് അല്ലേ? 10 ആക്കാൻ എളുപ്പമുണ്ട്. അതിനെന്ത് ചെയ്യണം? 2 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ മതി. അപ്പോൾ 1 × 2 by 5 × 2. That's equal to 2 divided by 10. That's equal to 0.2. അടുത്തത് 1/8. 10 ആക്കണോ 100 ആക്കണോ 1000 ആക്കണോ എന്നുള്ളത് ആലോചിക്കണം. എത്രയാക്കണം? 10 ആക്കാൻ ഏതായാലും പറ്റുകയില്ല. 100 ആക്കാൻ പറ്റുമോ? 100 ആക്കാനൊക്കത്തില്ല അല്ലേ? അപ്പോൾ നമുക്കിതിൻ്റെ ഫാക്ടേഴ്സ് എടുത്താൽ എന്ത് വരും? നമുക്ക് ഫാക്ടർ ഒന്ന് എഴുതി നോക്കാം. 1 ഡിവൈഡ് ബൈ 8ൻ്റെ ഫാക്ടേഴ്സ് 2 × 2 × 2 ആണ് അല്ലേ? ആണ്. അപ്പോൾ നമുക്ക് ഇവിടെ 3 2സാണുള്ളത്. അപ്പോൾ നമുക്ക് ഈ 2വിനെ ഒരു 5 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ അവിടെ ഒരു 10 വരും. ഈ 2വിനെ ഒരു 5 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ അവിടെ ഒരു 10 വരും. ഈ 2വിനെ ഒരു 5 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ 10 വരും അല്ലേ? അപ്പോൾ നമുക്ക് 10 × 10 × 10 എന്ന് കിട്ടും. അപ്പോൾ നമുക്ക് എത്ര കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണം? ഇവിടെ 3 2s ഉള്ളത് കൊണ്ട് 3 5s കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ മതി. അപ്പോൾ 5 × 5 × 5 അല്ലേ? ആണ്. അപ്പം മുകളിലും 5 × 5 × 5 എന്ന് വരും. അപ്പോൾ എത്ര? ഇതെത്ര വരും? 10 × 10 × 10 1000. 5 × 5 × 5 125. 125. 5 25 25 125. 125 ഡിവൈഡഡ് ബൈ ഇവിടെ ഇത് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ 1000 വരുന്നത്. അപ്പോൾ നമുക്ക് എങ്ങനെ എഴുതാം? ഇനിയിപ്പോൾ നമുക്ക് എളുപ്പമാണ്. എത്രയാണ്? 3 zeros 3 places വേണം. 5 2 1 അതാണ് 0.0. 0.125. 1/16 ഏതാണ്? ഇതുപോലെ തന്നെ 16 എന്ന് പറയുന്നത് 2ൻ്റെ പവറാണ്. എത്ര? 1/2 × 2 × 2 × 2 അല്ലേ? 2 × 2 × 2 × 2. അതിന് നമുക്ക് വേണമെങ്കിൽ പവറായിട്ട് അങ്ങ് എഴുതാമല്ലോ. 2⁴ എന്നങ്ങ് എഴുതാം. ഓക്കെ? 2⁴ ഇൻറ്റു അപ്പോൾ എത്ര കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണം? 5⁴ കൊണ്ട്. ഒരു 2വിന് ഒരു 5 അങ്ങനെ 4 എണ്ണം ഉണ്ട്. അപ്പോൾ 5⁴. അപ്പോൾ മുകളിലും 5⁴. ഓക്കെ ആണല്ലോ? ദെൻ എത്ര വരും ആൻസർ? 5⁴ എന്ന് പറഞ്ഞാൽ 5 × 5 25 പിന്നെ 25 × 25 അല്ലേ? 625 ഡിവൈഡഡ് ബൈ ഇതെത്ര? ഇത് 4 പ്രാവശ്യം 4 10 ആണ്. 10 × 10 × 10 × 10 എന്ന് പറയുമ്പോൾ 4 zeros വരും. 4 zeros അല്ലേ? 10,000 വരും. അപ്പോൾ 4 zeros ഉണ്ട്. ദാറ്റ്സ് ഈക്വൽ ടു അപ്പോൾ എന്ത് വരും? 4 places ഉണ്ടെങ്കിലേ പറ്റുള്ളൂ. 5 2 6 ഒരു പ്ലേസ് കൂടെ വേണം. 0 ഇട്ടു. 0.0 0.0625. ഓക്കെ? അടുത്ത് 1/20 1/40 ഇതിനെ നമുക്ക് ഡെസിമലാക്കാം. അവിടെ നമുക്ക് ഫാക്ടറൈസ് ചെയ്ത് നോക്കാം. 4 × 5 ആണ് അല്ലേ? 4 × 5. 4 എന്ന് പറയുന്നത് 2 × 2. അപ്പോൾ 1 ഡിവൈഡഡ് ബൈ 2 × 2 × 5 ആണ് അല്ലേ? അപ്പോൾ നമുക്ക് ഇവിടെ എത്ര കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണം? 10 അല്ലേ 100 1000 ഒക്കെ കിട്ടാൻ ഇവിടെ 2 ഉണ്ട്. പക്ഷേ ഒരു 2ൻ്റെ ഒരു 5 ഇവിടെ ഓൾറെഡി ഉണ്ട്. അപ്പോൾ അടുത്ത 2ന് ഒരു 5 കൂടെ മതി. അപ്പോൾ നമുക്ക് ഇവിടെ മേളിലും താഴെയും 5 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ മതി. ഓക്കെ? ദാറ്റ്സ് ഈക്വൽ ടു 5 ഡിവൈഡഡ് ബൈ ഇതെത്രയാണ്? 100 അല്ലേ? 100 ദാറ്റ്സ് ഈക്വൽ ടു എത്ര സ്ഥാനം? 2 സ്ഥാനം വേണം. 5 ഒരു 0 ഇടണം. പോയിൻ്റ്
ഹോൾ നമ്പർ പാർട്ട് 0. ഓക്കെ, 0.05 അതാണ് ആൻസർ. അടുത്ത 1/40. അതിനെ നമുക്കെങ്ങനെ എഴുതാം? 1 ഡിവൈഡഡ് ബൈ 8 ഇൻറ്റു 5 ആണ്. 8 ഇൻറ്റു 5. 8 എന്ന് പറയുന്നത് 2 ക്യൂബാണ്. 2 ഇൻറ്റു 2 ഇൻറ്റു 2, 2 ക്യൂബ്. 2 ക്യൂബ് ഇൻറ്റു 5 ആണ്. ഇവിടെ 3 2കളുണ്ട്, 3 2സാണ് ഉള്ളത്. ഇവിടെ ഓൾറെഡി ഒരു 5 ഉണ്ട്. അപ്പോൾ ഇനി നമുക്ക് മൾട്ടിപ്ലൈ ചെയ്യേണ്ടത് എന്തുകൊണ്ടാണ്? 5 ഇൻറ്റു 5 അല്ലേ? 5 ഇൻറ്റു 5 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്തു. അപ്പോൾ മുകളിലും 5 ഇൻറ്റു 5. ഓക്കെ, ദാറ്റ്സ് ഈക്വൽ ടു 25 ഡിവൈഡഡ് ബൈ ഇതെത്ര 10 10 3 10s ഉണ്ട്. അപ്പം 1000, 3 zeros വരും ഇവിടെ. അപ്പോൾ 3 പ്ലേസസ് ഉണ്ട് വേണം ഡെസിമലിൽ. അപ്പോൾ 5 2 0 0.2 ഹോൾ നമ്പർ പാർട്ട് 0. അപ്പോൾ 0.025 ഇതാണ് ഇതിൻ്റെ ആൻസർ. അടുത്ത് 3 ഫ്രാക്ഷൻസ് എഴുതിയിരിക്കുന്നു. 7/80, 3/75, 5/35. ഇവിടെ ഇതിൻ്റെ ഡിനോമിനേറ്റർ 80 ആണ്. 80യെ ഫാക്ടറൈസ് ചെയ്താൽ എങ്ങനെ എഴുതാം? 80 എന്നുള്ളതിനെ 8 ഇൻറ്റു 10 എന്നെഴുതാം. 8 എന്ന് പറയുന്നത് എന്താണ്? 2 ക്യൂബാണ്. അപ്പോൾ 2 ക്യൂബ് ഓൾറെഡി ഒരു 10 നമുക്കിവിടെ കിട്ടിക്കഴിഞ്ഞു. ഇനി 2 ക്യൂബിനെ കൂടെ നമുക്ക് 10 ആക്കത്തക്ക വിധത്തിൽ എത്ര കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണം? ഇവിടെ 3 2 ഉണ്ട്. അപ്പോൾ 3 5 കൊണ്ടുകൂടെ മൾട്ടിപ്ലൈ ചെയ്യുക. അതായത് 5 ക്യൂബ്. അപ്പോൾ മുകളിലും 5 ക്യൂബ് അല്ലേ? അപ്പോൾ എന്ത് വരും? 2 ക്യൂബും 5 ക്യൂബും 3 10 ഗുണം 10 10 ഇൻറ്റു 10 ഇൻറ്റു 10. പിന്നെ ഓൾറെഡി ഒരു 10, അങ്ങനെ 4 10 വരുന്നുണ്ട്. അപ്പോൾ 4 zeros, 10,000. മുകളിൽ 5 ക്യൂബ് 125, 5 ഇൻറ്റു 5 ഇൻറ്റു 5 125, 125 ഇൻറ്റു 7, 125 ഇൻറ്റു 7 735, ശിഷ്ടം 3 7 2 14 3 17, ശിഷ്ടം 1 1 7 1 8 875. അപ്പോൾ എന്ത് വരും ഇതിൻ്റെ ഡെസിമൽ? 4 സ്ഥാനം വേണം. 5 7 8 3ആയി, പിന്നെ ഒരു സ്ഥാനം 0.0 ഹോൾ നമ്പർ 0.0875, 3/75. ഇവിടെ നോക്കിയാൽ നമുക്ക് 3/75 നമുക്കതിന് ഒരു കോമൺ ഫാക്ടർ ഉണ്ട്. ഇവിടെ 3, ഇത് 3യുടെ മൾട്ടിപ്പിളാണ് അല്ലേ? വെട്ട നമുക്കതിനെ ലോവസ്റ്റ് ഫോമിലേക്ക് ആക്കാൻ 3 കൊണ്ട് ഡിവൈഡ് ചെയ്താൽ എന്ത് വരും? വെട്ടിയാൽ 1 ഡിവൈഡഡ് ബൈ 25 3ആണ് 75. അപ്പോൾ 1 ഡിവൈഡഡ് ബൈ 25 എന്ന് വരുന്നു. അപ്പോൾ 25ന് നമുക്ക് 5 ഇൻറ്റു 5. അപ്പോൾ 1 ഡിവൈഡഡ് ബൈ 5 സ്ക്വയർ. മുകളിലും താഴെയും 2 സ്ക്വയറും ഉണ്ട് അല്ലേ? ഇവിടെയും 2 സ്ക്വയർ. അപ്പോൾ 25 ഗുണം 4 100, 100. മുകളിൽ 4. അപ്പോൾ 4 ഡിവൈഡഡ് ബൈ 100 അല്ലേ? 4 ഡിവൈഡഡ് ബൈ 100 എത്ര വരും? 2 സ്ഥാനം 4 0 വേണം, 0.0 2 പ്ലേസസ് വേണം, 0.04 എന്ന് കിട്ടി. അപ്പോൾ നമുക്കിവിടെ 3/75 എന്നുള്ളതിന് ലോവസ്റ്റ് ഫോമിലേക്ക് ആക്കണം. എന്നിട്ട് വേണം ഇങ്ങനെ ലോവസ്റ്റ് ഫോമിൽ അല്ലാത്തതൊക്കെ അങ്ങനെ ആക്കിയിട്ട് വേണം ചെയ്യാൻ. അടുത്തത് നോക്കിയേ, 5/35. ഇവിടെയും വെട്ടാവല്ലോ, 5 കോമൺ ആണ്. അപ്പോൾ എത്ര വരും? 1 ഡിവൈഡഡ് ബൈ 7 5 അല്ലേ? 7 ഇൻറ്റു 5 35, 1/7 ആണ്.
ഇതിനെ നമുക്ക് എങ്ങനെ 10 പവർ 100 1000 7നെ നമുക്ക് 10 ആക്കാൻ പറ്റുമോ? ഏതുകൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ പറ്റത്തില്ല. 100 ആക്കാനും പറ്റത്തില്ല, 1000 ആക്കാനും പറ്റത്തില്ല. അപ്പോൾ ഈ ഡിനോമിനേറ്ററിന് 10 100 1000 അങ്ങനെയുള്ള നമ്പർ ആക്കാൻ പറ്റുന്നില്ല. അതായത് 1/7 ഈക്വലായിട്ടുള്ള ഒരു ഈക്വലൻ്റ് ഫ്രാക്ഷൻ വിത്ത് ഡിനോമിനേറ്റർ 10 100 1000 അങ്ങനെ കണ്ടുപിടിക്കാൻ നമുക്ക് പറ്റുന്നില്ല. അപ്പോൾ നമുക്ക് ഇതിൽ നിന്ന് ഇത്രയത്തിൽ നിന്ന് നമുക്ക് എന്താ മനസ്സിലാക്കാൻ കഴിഞ്ഞത്? ഇതുവരെ ഉള്ളത് നമുക്ക് ഫ്രാക്ഷൻ ഡെസിമലിലാക്കാൻ പറ്റി. അതായത് എങ്ങനെയുള്ള ഡിനോമിനേറ്റർ ആയിരുന്നു അതൊക്കെ? ഒന്നുകിൽ 2 മാത്രം, 2ൻ്റെ പവർ മാത്രം, അല്ലെങ്കിൽ 5ൻ്റെ പവർ മാത്രം, അല്ലെങ്കിൽ 2ൻ്റെയോ 5ൻ്റെയോ പവറുകളുടെ പ്രോഡക്റ്റ്. അതും ആ ഫ്രാക്ഷൻ ലോവസ്റ്റ് ഫോമിലായിരിക്കുകയും വേണം, അല്ലേ? അപ്പോൾ അങ്ങനെ ഒരു ഫ്രാക്ഷൻ ലോവസ്റ്റ് ഫോമിലായിരിക്കുകയും അതിൻ്റെ ഡിനോമിനേറ്റേഴ്സ് ഒന്നുകിൽ പവർ ഓഫ് 2 അല്ലെങ്കിൽ പവർ ഓഫ് 5 അല്ലെങ്കിൽ പ്രോഡക്റ്റ് ഓഫ് പവർ ഓഫ് 2 and 5 അങ്ങനെ വരികയും ചെയ്താൽ നമുക്ക് ഡെസിമൽ ഫോമിലേക്ക് എഴുതാൻ പറ്റുമെന്ന് നമ്മളിപ്പോൾ കണ്ടു. പക്ഷേ ഇവിടെ വന്നപ്പോൾ അത് പറ്റുന്നില്ല, അല്ല? ഇത്തരത്തിലുള്ളതിന് ഇതിപ്പോൾ ഈ രീതിയിലാക്കാൻ പറ്റത്തില്ലെന്നുള്ളത് ഉള്ളൂ. നമുക്ക് ഈ അതായത് പവർ ഓഫ് 2 പവർ ഓഫ് 5 അല്ലെ ബോത്ത് 2 and 5 ഇങ്ങനെ അല്ലാതെ വരുന്ന ഇത്തരത്തിലുള്ള ഫ്രാക്ഷൻസിന് എങ്ങനെ ഡെസിമൽ ഫോമിലേക്ക് ആക്കാം എന്നുള്ളതിന് നമുക്ക് അടുത്ത ക്ലാസ്സിൽ കാണാം. അപ്പോൾ ഇന്ന് പഠിപ്പിച്ച കാര്യങ്ങളെല്ലാം നിങ്ങൾക്ക് ഇത് മനസ്സിലായി, കൺവേർട്ട് ചെയ്ത് എങ്ങനെയാണെന്നുള്ളത് മനസ്സിലായി കാണുമെന്ന് കരുതുന്നു. അപ്പോൾ നമുക്ക് അടുത്ത ക്ലാസ്സിൽ ഇതെങ്ങനെ ചെയ്യുന്നു എന്നുള്ളതിനെക്കുറിച്ച് നമുക്ക് ചർച്ച ചെയ്യാം. അപ്പോൾ നമുക്ക് അടുത്ത ക്ലാസ്സിൽ കാണാം. താങ്ക് യു.